ഹലോ, ബ്ലൂമിംഗ് പ്ലാന്റ്സ് ആൻഡ് പേജസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബൊഗൻവില്ലയുടെ കട്ടിങ്സിൻ്റെ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ സെയിലിൽ ഒത്തിരി പേർക്ക് പ്ലാന്റ് കിട്ടി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. എങ്കിലും കുറേ പേരൊക്കെ പ്ലാന്റിന് ഓർഡർ തന്നപ്പോഴേക്കും പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ ഒത്തിരി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാരും തന്നെ വിഷമിക്കേണ്ട, നമ്മൾ അടുത്ത കട്ടിങ്സും കവർ സൈസ് പ്ലാന്റുകളൊക്കെ റെഡിയാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കട്ടിങ്സിൻ്റെ സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ വളരെ കുറച്ച് കട്ടിങ്സ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് അറിയാം വളരെ കുറച്ച് കട്ടിങ്സ് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണയും ഓരോ ലിസ്റ്റായിട്ടിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഓർഡർ വരുന്നതനുസരിച്ച് അയക്കുമ്പോൾ പിന്നീട് വീഡിയോ കണ്ടു വരുന്നവർക്കൊക്കെ നമുക്ക് കട്ടിങ്സ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ ഇതാണ് കാരണം. നമുക്ക് വളരെ കുറച്ച് പ്ലാന്റിൻ്റെ കട്ടിങ്സ് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ റെഡി ആവുന്നതനുസരിച്ചാണ് ഓരോ തവണയും ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബട്ടർ കപ്പും മഹാറാണി ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മഹാറാണിയുടെ ഇപ്പം നിലവിൽ ആയി വരുന്നേ ഉള്ളൂ കട്ടിങ്സ് ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല. നമ്മൾ ലെയറിങ്ങിനും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ് ആ പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് 1-2 പേർക്ക് മാത്രം കൊടുക്കാനുള്ളത് ഇപ്പോൾ മഹാറാണി അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ബട്ടർ കപ്പും അതും ആദ്യം എടുക്കുന്ന ഓർഡർ തരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മളെങ്ങനെ വന്നാലും 2 കട്ടിങ് എങ്ങനെയെങ്കിലും വെച്ചാണ് കൊടുക്കുന്നത്. അത് കിട്ടിയവർക്കൊക്കെ അറിയാം. 2 കട്ടിങ് മിനിമം നമ്മൾ ഓർഡറിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനോ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ ആളുകൾ സംശയം ചോദിക്കുന്നത് എങ്ങനെ നട്ടുപിടിപ്പിക്കേണ്ടതെന്ന്. ഐസി മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഇത് ഹൈബ്രിഡ് വെറൈറ്റികൾ നട്ടുപിടിപ്പിക്കുന്നത്. അല്ലാതെയും നട്ടുപിടിപ്പിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റ് അറിയില്ല. ഹൈബ്രിഡ് വെറൈറ്റീസ് കൂടുതലും നമ്മൾ ഐസിയു മെത്തേഡ് പ്രകാരമാണ് നട്ടുപിടിപ്പിക്കുന്നത്. മഴയായതുകൊണ്ട് ചിലതൊക്കെ നട്ടുപിടിപ്പിച്ച് കിട്ടുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ലെയറിങ് ചെയ്തെടുത്തേക്കുന്ന പ്ലാന്റുകളാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് നട്ടുപിടിപ്പിക്കുന്നത്. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ കമ്പ് നട്ടാൽ പിടിച്ച് കിട്ടില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മൾ ഐസിയു മെത്തേഡ് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ് മുളച്ച് കിട്ടാതെ ഇരിക്കുന്നൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് കമ്പ് എങ്ങനെ വന്നാലും തൈ പിടിച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഐസിയു മെത്തേഡിൻ്റെയും ഇതുപോലെ ലെയറിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഐസിയു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ പ്ലാന്റ്സ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും DTDC വഴിയൊക്കെ പ്ലാന്റ് അയച്ചു തരുന്നുണ്ട്. അതുപോലെ ചിലർക്ക് സംശയമുണ്ട്, നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി കിട്ടുമ്പോൾ പ്ലാന്റ് കട്ടിങ്സ് ആയതുകൊണ്ട് വാടിപ്പോകും എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് പ്ലാന്റ് സ്പീഡ് പോസ്റ്റ് വഴി അയച്ച ഒരാളുടെ വീഡിയോ ആണിത്. അത് നമ്മൾ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ കയ്യിൽ പ്ലാന്റ് കിട്ടിയത്. പക്ഷേ അവർ നമുക്കത് വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇത്രയും വൈകിട്ട് പോലും ആ പ്ലാന്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാണ് കണ്ടോ, നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ തന്നെ ആ പ്ലാന്റിൽ 1-2 ഇലകൾ അങ്ങോട്ട് കൊഴിഞ്ഞു പോയെന്നല്ലാതെ പ്ലാന്റിന് വേറൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഹാപ്പിയാണെന്ന് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കോമ്പോയിൽ വരുന്ന ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ ലിപ്സ്റ്റിക് വരുന്നുണ്ട്, സ്ലീപ്പിംഗ് ബ്യൂട്ടി, സ്പ്ലാഷ്, ഫ്ലെയിം റെഡ്, ഫയർ ഉപ്പാൽ, ടാങ്ലോങ് പീച്ച്, സിൽവർ റെഡ്, ബ്ലഡ് റെഡ്, ബിഗ് വൈറ്റ്, ബിഗ് പർപ്പിൾ, ജാസ്മിൻ കയാട്ട, തിമ പിങ്ക്, തായ് പിങ്ക് എന്നീ വെറൈറ്റികളാണ് ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ 13 വെറൈറ്റികൾ വരുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 10 സെലക്ട് ചെയ്തിട്ട് 10 400+ CC ആണ് വരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോയിൽ 480+ CC എന്നാണ് തെറ്റി പറഞ്ഞത്. ശരിക്കും ഇതിന് പ്ലാന്റിന് റേറ്റ് വരുന്നത് 400+ CC ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. കോംബോ ആയിട്ട് എടുക്കുമ്പോഴാണ് ഈ റേറ്റ് നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ ഇത് മാറ്റിയിട്ട് ചില വെറൈറ്റികൾ പുതിയത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില വെറൈറ്റികൾക്കൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. ന്യൂ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി വന്നതിനൊക്കെ റേറ്റിന് വ്യത്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പ് ഓൺലി ആയിരിക്കുള്ളൂ. നിങ്ങൾ വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇനി അതുപോലെ തന്നെ എല്ലാവരും തന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ കാണും. അവിടെ നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. പ്ലാന്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ, അതുപോലെ കട്ടിങ്സ് വാങ്ങിയവരൊക്കെ തന്നെ പ്ലാന്റിനും കട്ടിങ്സിനെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ കമൻറ്റിലൂടെ തന്നെ തരുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.